പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ണിലാൽ. ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കുഴൽമന്നം ചുങ്കമന്നം ഭാഗത്ത് കേട്ടോ. അതായത് കോട്ടായി പെരുങ്ങോട്ട് കുറിച്ച് പോകുന്ന ചുങ്കമന്നം സെൻട്രലിൽ നിന്നും ഏകദേശം ഒരു 400 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മൾ ഈ കാണുന്ന ഭവനത്തിലേക്ക്. 5.5 സെൻറ്റ് സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. 2 വീട് വിൽപ്പനയ്ക്ക് വന്നിട്ട് ആദ്യത്തെ വീടാണ് 5.5 സെൻറ്റ് സ്ഥലം 1000 സ്ക്വയർ ഫീറ്റ് വീടും. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്ക് മതിൽ കെട്ടിത്തരും. ഏറ്റവും അറ്റത്ത് ഒരു ബോർവെല്ല് വരുന്നുണ്ട്. ഈ വീട്ടിലേക്കുള്ള ബോർവെല്ല് ആ ഭാഗത്താണ് ഇന്ന് വരുന്നത്. വീടിൻ്റെ മുൻവശത്ത് പഞ്ചായത്ത് റോഡാണ്. നമുക്കാകുമ്പോൾ നല്ലൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ആ സിറ്റ് ഔട്ടിൽ നിന്നും നേരെ ഹാളിലേക്ക്. ഇവിടെ ജനൽ വാതിലല്ല, മരത്തിൻ്റേത് കൊണ്ടാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പണിതെടുക്കുന്നത്. വീടിന് ഇനി ഏകദേശം ഒരു 70% ഈ പണിയായിട്ടുള്ളൂ. ഈ കാണുന്ന TV യൂണിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ ഈ ഭാഗത്തായിട്ട് വലിയൊരു ഹാള്. അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് കാണുന്നത് ഹാളിനോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് ഹാൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഡൈനിങ് ഹാൾ കഴിഞ്ഞ് നേരെ പോകുന്നത് 2 ബെഡ്റൂമാണ്. ആ 2 ബെഡ്റൂമിൽ ഒരെണ്ണം 10x14 ബെഡ്റൂം അറ്റാച്ച്ഡ് സൗകര്യത്തോട് കൊടുത്തിരിക്കുന്നു. അടുത്ത ബെഡ്റൂം 10x12 അറ്റാച്ച്ഡ് സൗകര്യത്തോട് കൊടുത്തിരിക്കുന്നു. ഒറ്റ നിലയിൽ 2 ബെഡ്റൂം വലുത് വരുന്നുണ്ട്, ഒരു ചെറിയൊരു ബെഡ്റൂമും വരുന്നുണ്ട്. എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്ത് താക്കോൽ കയ്യിൽ തരുമ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില 35 ലക്ഷം രൂപ. ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ആണ്. ഓണറുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. ചുങ്കമന്നത്തിൽ നിന്നും ഏകദേശം ഒരു 500 മീറ്റർ ദൂരവും ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു 100 മീറ്റർ ദൂരം മാത്രം. അപ്പോൾ ചുങ്കമന്നം സെൻറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. സ്കൂള്, പള്ളി, അമ്പലം, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു സെൻറ്ററിൽ നിന്നും വെറും 500 മീറ്ററിൽ താഴെ മാത്രം ദൂരം വരുന്നു. ഇതൊരു 3ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഒറ്റ നിലയിൽ 3 ബെഡ്റൂം വരുന്നുണ്ട്. ഒരെണ്ണം 10x14 10x12 ബെഡ്റൂം 2 അടുത്തത് ഇത് മാത്രം ചെറിയൊരു ബെഡ്റൂം. ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു കോണിപ്പടി ആയിട്ട് സെറ്റ് ചെയ്യായിരുന്നെങ്കിൽ ഇത്രയും കൂടി നന്നായിരുന്നു. നമ്മൾ ഈ കാണുന്നത് അടുക്കളയാണ്. അത്യാവശ്യം വലിയൊരു അടുക്കള കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്റ്റോറേജ് സ്പേസ് ഒന്നും സെറ്റ് ചെയ്യില്ല. ഈ സ്റ്റോറേജ് സ്പേസ് ഒക്കെ വാങ്ങിക്കുന്നവർ സെറ്റ് ചെയ്യണം. അപ്പോൾ 2 ബെഡ്റൂം കണ്ടു, അടുക്കള, ഡൈനിങ് ഹാള്, സിറ്റ് ഔട്ട് എന്നിങ്ങനെ കണ്ടു. ഇനി നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ മുൻവശത്ത് പഞ്ചായത്ത് റോഡ്. ഈ ഭാഗത്തായിട്ട് ഒരു കാർ കയറ്റിയിടാനുള്ള സ്ഥല സൗകര്യമുണ്ട്. അത് കഴിയുമ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന ആ ഒരു മോട്ടോർ പേര ഉണ്ടോ, ആ ഒരു ഷെഡ് കെട്ടിയിട്ട് അവിടം വരെ നമുക്ക് സ്ഥലമുണ്ട്. 5.5 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് 2-3 വണ്ടി കയറ്റിയിടാം. അതല്ലെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യാം. അങ്ങനെ എന്തിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം ഇത്രയും ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടത്തുകയാണെങ്കിലും സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ. പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നിൽക്കുന്നു. ചുങ്കമന്നത്തിൻ്റെ എല്ലാവിധ സൗകര്യത്തോടെയും നിൽക്കുന്ന ഈ കാണുന്ന വീടിന് ചോദിക്കുന്ന വില 5.5 സെൻറ്റ് സ്ഥലം 1000 സ്ക്വയർ ഫീറ്റ് വീട് ചോദിക്കുന്ന വില 35 ലക്ഷം രൂപ. വില നെഗോഷ്യബിൾ ആണ്. ഇനി അടുത്തത് 2ാമത്തെ വീട്. പണി പൂർത്തിയായിട്ടില്ല, പണി ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഈ കാണുന്ന ഈ വീട്ടിലും 5 സെൻറ്റ് സ്ഥലവും 1100 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് നമ്മൾ ഈ കാണുന്നത്. ഒറ്റ നിലയിൽ 3 ബെഡ്റൂം വരുന്ന വീട്. ഇതിൻ്റെ മുറ്റം കണ്ടോ, വലിയ മുറ്റമാണ് കൊടുത്തിരിക്കുന്നത്. വീട് ഏറ്റവും പുറകിലേക്ക് ഇറക്കി വെച്ചതുകൊണ്ട് മുൻവശം അത്യാവശ്യം നല്ല മുറ്റമുണ്ട്. നല്ല ഭംഗിയുള്ള വീട് തന്നെയാണ് കേട്ടോ. പണിയെല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ ഇതിൻ്റെ ഭംഗി എടുത്തറിയാൻ പറ്റുള്ളൂ. ഈ ഭാഗത്തായിട്ടാണ് ബോർവെൽ വരുന്നത്. അപ്പോൾ സൈഡിൽ കൂടെ ഇത് ബോർവെല്ല് വരുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുകൂടെ ഈ സൈഡിൽ കൂടെ നമുക്ക് മതിൽ വരും. അപ്പോഴും നമുക്ക് വലത് ഭാഗത്ത് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുണ്ട്. മതിൽ കെട്ടിയാലും നടന്നു പോകാനൊക്കെ ആയിട്ട് ഒരു വർക്ക് ഏരിയ എടുക്കാനോ പുറത്തുകൂടെ കോണിപ്പടി വരുന്നത്. അപ്പോൾ നമുക്ക് ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഏരിയ ഒക്കെ എടുക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ലൊരു സിറ്റ് ഔട്ട്, അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ട് വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. ഈ കാണുന്നത് വലിയൊരു ഹാളാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു ഹാള് തന്നെ ഇവിടെ കാണാൻ കഴിയുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ ഈ വീട് വന്ന് കണ്ടിഷ്ടപ്പെട്ട് ടോക്കൺ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുമോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ സ്വന്തമായിട്ടൊരു വീട് പണിയുന്ന രീതിയിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഈ ഭാഗം കാണുന്നത് ഡൈനിങ് ഹാളാണ്. ഈ ഡൈനിങ് ഹാൾ കാണുന്നു. ഈ ഭാഗത്ത് കോമൺ ആയിട്ട് ബാത്റൂമായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ സെറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അത് അവരുടെ ഇഷ്ടത്തിന്. നമുക്ക് വേണമെങ്കിൽ ആ കോമൺ ആയിട്ടുള്ള അടച്ചിട്ട് അത് അറ്റാച്ച്ഡ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ബെഡ്റൂമാണ് സൈഡിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. 10x14 ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അത് അറ്റാച്ച്ഡ് സൗകര്യത്തോടെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിന് 90% ലോണോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം. അപ്പോൾ എല്ലാവിധ ലോണുകൾക്കും
ഇതിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. വീഡിയോ കാണുന്നവർ തന്നെ സ്വന്തമായിട്ട് ഒരു വീടോ സ്ഥലമോ കണ്ടെത്തിയതിന് ശേഷം അതിന് ലോൺ വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ലോൺ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഈ കാണുന്ന ബെഡ്റൂം വേണമെങ്കിൽ അറ്റാച്ച്ഡ് ആക്കാൻ പറ്റും. ഇനി അടുത്തത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നു. മൂന്നാമത്തെ ബെഡ്റൂമിനാണ് ഈ ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തായിട്ട് കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ആ ബാത്റൂം അടച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ബാക്കിലാണ് സ്റ്റെയർ വരുന്നത്. ആ സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് വേണമെങ്കിൽ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം പണിയാൻ പറ്റും. ഇപ്പം എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്ത് താക്കോൽ കയ്യിൽ തരുമ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്ന വില 36 ലക്ഷം രൂപ ചോദിക്കുന്നു. ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ആയിരിക്കും ഈ കാണുന്ന വീടിന്. ഒരു വീടിന് 35 ലക്ഷം രൂപ പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ പണി തീരാത്ത ഈ ഒരു വീടിന് ചോദിക്കുന്ന വില എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ട് 36 ലക്ഷം രൂപ ചോദിച്ചിരിക്കുന്നു. പെട്ടെന്ന് തന്നെ വന്ന് വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോക്കൺ കൊടുക്കുകയോ വീട് ബുക്ക് ചെയ്യുകയോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും വരാം. ബൈ ബൈ.